പാദങ്ങളോളം താഴുന്ന സ്നേഹം, അപ്പത്തോളം മുറിഞ്ഞ സ്നേഹം. ഒരു വരം കിട്ടി, ഇഷ്ടമുള്ളത് ആശിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുക സ്നേഹത്തിൻ്റെ തോത് അളക്കുവാനുള്ള യന്ത്രമായിരിക്കും. ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ കണ്ടതാണിത്. പ്രണയത്തിൻ്റെ വഴിയിൽ ഒരു സ്ഥാദിയോൺ ദൂരമെങ്കിലും ചരിച്ചവർക്കറിയാം സ്നേഹത്തിൻ്റെ വിങ്ങൽ. ഇത് പെസഹ ദിനം. സ്നേഹം കൊണ്ട് സ്പർശിച്ച് സ്നേഹം കൊണ്ട് മുറിഞ്ഞ് കടന്നുപോയൊരു ഗുരുവിൻ്റെ ഓർമ്മയാചരണം. എപ്പോഴും കൂടെയായിരിക്കുവാൻ അപ്പത്തോളം ശൂന്യനായവൻ്റെ ഓർമ്മ. അവൻ്റെ സാമീപ്യം കൊണ്ട് സ്നാനം ചെയ്യപ്പെട്ടവരുടെ പാദങ്ങൾ കൂടി കഴുകി സമ്പൂർണ്ണ വിശുദ്ധരാക്കി കടന്നുപോയവൻ. അവന് സ്നേഹമെന്നാൽ പരിചരിക്കുക എന്നതായിരുന്നു ദാസനോളം പോന്ന പരിചരണം. സ്നേഹഭാവങ്ങളുടെ കാര്യത്തിലെത്തുമ്പോൾ ഈശോയ്ക്ക് ഒരു സ്ത്രീഭാവവും കൂടെയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ബാലികയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് അവളുടെ അമ്മയോട് പറയുന്നൊരു വാചകമുണ്ട്, അവൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന്. തിബേരിയൂസിൻ്റെ തീരത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുമ്പോഴുമുണ്ട് അമ്മ മനസ്സിൻ്റെ ആർദ്രത. മക്കളുടെ വിശപ്പറിയുന്നൊരു അമ്മയുടെ ഭാവമാണ് ഈശോയ്ക്ക്. പെസഹായുടെ സന്ധ്യയിൽ അവൻ്റെ മുഖത്ത് കണ്ട ഭാവം മറ്റെന്താണ്? സ്നേഹത്തിൻ്റെ, ആത്മാവിൻ്റെ ദാഹങ്ങളെല്ലാം അറിഞ്ഞവൻ, എന്നും കൂടെയായിരിക്കണമെന്ന് കൊതിച്ച് തൻ്റെ ഉടലിനെ അപ്പമാക്കി ഉയിരിനെ വീഞ്ഞാക്കി നമുക്ക് പകർന്നു തന്നവനാണ് ഈശോ. എന്നിട്ടും സ്നേഹിച്ചു തീരാതെ അവരുടെ പാദങ്ങൾ കൂടി കഴുകി അവിടുന്ന്. ഇത്രയും സ്നേഹിച്ചിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ തൊടാനാകുന്നില്ലല്ലോ എനിക്ക് എന്ന വേദനയിലാണ് അവൻ തൻ്റെ മേലങ്കി, തൻ്റെ ദിവ്യത്വം അഴിച്ചുവച്ച് ദാസൻ്റെ അരപ്പട്ട കെട്ടി അവരുടെ പാദങ്ങളിൽ തൊടുന്നത്. ആദിമകാലത്ത് പെസഹ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുള്ള മോചനമായിരുന്നുവെങ്കിൽ ക്രിസ്തു അതിനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള മോചനമാക്കി. ഇനിമേൽ പാപത്തിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. ദിവ്യകാരുണ്യത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ടവരാണ് നാം. ഞാൻ നിന്നോടുകൂടെ ഇന്ന് ഈ പെസഹ ഭക്ഷിക്കുവാൻ ആശിച്ചു എന്നാണ് ഓരോ ബലിയിലും അവൻ പറയുന്നത്. വിഭാഗീയതയുടെ വിത്തുകൾ മുളപൊട്ടുന്ന കാലമാണിത്. വചനത്തിൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ, ഭൗതികതയുടെ പേരിൽ ക്രിസ്തു പിന്നെയും പിന്നെയും വിഭജിക്കപ്പെടുന്നു. ദിവ്യകാരുണ്യം നമ്മെ ഒരുമിപ്പിക്കുന്ന ശക്തിയായി ഭവിക്കട്ടെ. പുറത്തെ അന്ധകാരത്തിലേക്ക് പടിയിറങ്ങിപ്പോകുന്ന യൂദാസിൻ്റെ മനോഭാവങ്ങളെ നമുക്ക് തച്ചുടയ്ക്കാം. നാഥ, ഏക മനസ്സോടെ നിന്റെ പെസഹ ആചരിക്കുവാൻ കൃപയേകണമേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.